നമസ്കാരം. ടീം സൂപ്പർ ഗേൾസ് അല്ലേ? കോമഡി സ്റ്റാർസിനൂടെ അഭിനയിക്കുമ്പോഴും അല്ല നിങ്ങളെപ്പറ്റി കൂടുതൽ അറിയുമ്പോഴും ഇത്രയും കഴിവുള്ളൊരു മനുഷ്യനാണ് ശരിക്കും അടുത്തറിയും. അശ്വതി, ബിനോജേട്ടൻ, ക്ഷമ, പിന്നെ അമൃത ഉണ്ട്, ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ ഒരു ടീം തന്നെയാണ് ഈ സൂപ്പർ ഗേൾസിന്റെ ഒരു ബലം. ലേഡീസ് റൂം കഴിഞ്ഞിട്ട് അതിന്റെ ഒരു സെക്കൻഡ് സീസൺ ആയിട്ടാണ് സൂപ്പർ ഗേൾസ് പ്ലാൻ ചെയ്തിരുന്നത്. ഒരു പട്ടാളക്കാരനാണ്, ചെറിയ ടാക്കുണ്ട്, പപ്പർ എന്നാണ് പേര്. കഥാപാത്രം ഞാൻ ഇതുവരെ ചെയ്യാത്ത ഞാൻ കുറച്ച് സീരീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതില് വ്യത്യസ്തമായിട്ട് അജിന് ഒരിക്കലും ബാബു നമ്പൂതിരി ടൈപ്പ് റോളിൽ നമുക്ക് കാസ്റ്റ് ചെയ്യാനേ പറ്റില്ല. ബാബു ആന്റണി റോളിൽ ചെയ്യാൻ പറ്റും. പിന്നണി ഗാനരംഗത്തേക്ക് വന്നിരിക്കുകയാണ് അശ്വതി. വിനോജേട്ടന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഈ നിഷ്കളങ്കത കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിം വർഗീസ്. സെല്ലുലോഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. മിലേനി പ്രൊഡക്ഷന്റെ ബാനറിൽ ഷബീർ സംവിധാനം ചെയ്ത സൂപ്പർ ഗേൾസ് ഉടനെ നമ്മുടെ അരികിലേക്ക് എത്തുന്നതാണ്. ഇതിന് മുന്നോടിയായി ഒരു അടിപൊളി ഗാനം എത്തിയിട്ടുണ്ട്. ഇതിന്റെ വിശേഷങ്ങളെല്ലാം നമുക്ക് ചോദിച്ചു പോവാ. ടീം നമസ്കാരം. മക്കളെ, ഇങ്ങനെ ടീം സൂപ്പർ ഗേൾസ് അല്ലേ? ഒരുപാട് സന്തോഷം. ആദ്യം തന്നെ ഷബീർക്ക, നിങ്ങളൊക്കെ കോമഡി സ്റ്റാർസ് കാണുന്ന കാലഘട്ടം മുതൽ നിങ്ങളുടെ ഒരു ആരാധന കേട്ടോ. ശരിക്കും നിങ്ങളെ ഇപ്പോഴാണ് നേരിട്ട് കാണാൻ പറ്റിയതില്. ശരിക്കും ഈ ടീമിലൊക്കെ കോമഡി സ്റ്റാർസിനൂടെ അഭിനയിക്കുമ്പോഴും അല്ല നിങ്ങളെപ്പറ്റി കൂടുതൽ അറിയുമ്പോഴും ഇത്രയും കഴിവുള്ള ഒരു മനുഷ്യനാണ് ശരിക്കും അടുത്തറിയുമ്പോൾ അറിയത്തുള്ളൂ. അപ്പം ഷബീർക്ക, സൂപ്പർ ഗേൾസിന്റെ ഡയറക്ടറായിട്ട് വന്നതിന് ശേഷമുള്ളൊരു സന്തോഷം എന്തായിരുന്നു? സന്തോഷം, നല്ല സന്തോഷം. 2025 നല്ലൊരു തുടക്കമായിട്ട് ഫീൽ ചെയ്തു. കാരണം ലോക്ക്ഡൌണിന് മുമ്പായിരുന്നു സത്യം പറഞ്ഞാൽ ഡയറക്ഷൻ മേഖലയിൽ നിന്നത് സജീവമായിട്ട്. അതിനുശേഷം 2019-20 ശേഷം ഡയറക്ഷൻ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ. കാരണം ഒരുപാടുണ്ട്. അതെ, അത് മെഗാ സീരിയലാണ്. അപ്പൊ അതിനു മുമ്പായിരുന്നു അസോസിയേറ്റ് ആയിട്ടൊക്കെ ഒരു 6-7 സിനിമ ചെയ്തായിരുന്നു ലോക്ക്ഡൌണിന് മുമ്പ്. അതിനുശേഷം ഡയറക്ഷൻ മേഖലയിലോട്ട് പോയില്ല. പിന്നെ ഒരു ജീവിതമാർഗം എന്നുള്ള രീതിയിൽ സ്ക്രിപ്റ്റിലോട്ട് മാത്രം പണ്ട് തൊട്ട് എഴുതും. അപ്പം അത് സ്ഥിരം അതിലോട്ട് അങ്ങ് ഫോക്കസ് ചെയ്തു, എഴുത്തിലോട്ട് അങ്ങ് പോയി. പിന്നെ ഇപ്പോൾ 2025 ആയപ്പോൾ ഒരു എന്തോ പറയാ, എങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഡയറക്ഷനിലെത്തി. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. അതെ, പക്ഷെ പ്ലാൻഡ് അല്ലായിരുന്നു. അങ്ങനെ ഒരു എന്തോ ശേഷം ഇൻസ്റ്റാഗ്രാമിൽ ചിമ്മുട്ടനായിട്ട് റീൽസിലാണെങ്കിൽ പടക്കുന്ന നമ്മുടെ എല്ലാ സ്വന്തം അശ്വതിയൊക്കെ വന്നതിന് ശേഷം എന്തുണ്ടായിരുന്നു? അശ്വതി, ബിനോജേട്ടൻ, ക്ഷമ, പിന്നെ അമൃത ഉണ്ട്, ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ട് കുട്ടിയുണ്ട്. ഏഞ്ചൽ ഇന്റർവ്യൂവർ ആണ്, ഇപ്പൊ ഇതില് ആർട്ടിസ്റ്റായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗായത്രി. അപ്പൊ ഈ ഒരു ടീം തന്നെയാണ് ഈ സൂപ്പർ ഗേൾസിന്റെ ഒരു ബലം. അശ്വതി, ബിനോജേട്ടൻ, ക്ഷമ എല്ലാം കട്ട കോമ്പിനേഷനാണ്. അത് ഓഡിയൻസിന് തന്നെ അറിയാം. നമ്മുടെ ഒരു ലേഡീസ് റൂം എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ഉണ്ടായിരുന്നു. അതുമായിട്ട് സാമ്യം ഉണ്ടോ നമ്മുടെ ഈ ലേഡീസ് റൂം? അതുമായിട്ട് സാമ്യം ഉണ്ടോന്ന് ചോദിച്ചാൽ അത് എന്റെ ഒരു സീസൺ 2 ആയിട്ടാണ് ഞാൻ ഈ സൂപ്പർ ഗേൾസ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പൊ അത് ചെയ്യാൻ അവിടെ പറ്റിയില്ല. അപ്പൊ അത് നമ്മൾ സത്യം പറഞ്ഞാൽ അതിന്റെ ലേഡീസ് റൂം കഴിഞ്ഞിട്ട് അതിന്റെ ഒരു സെക്കൻഡ് സീസൺ ആയിട്ടാണ് സൂപ്പർ ഗേൾസ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പൊ നമുക്ക് ഇവരുടെ ഒരു കഥാപാത്രങ്ങൾ ചോദിച്ചു അല്ലേ? അതെ. വിനോജേട്ടാ നമസ്കാരം. നമസ്കാരം. കഥാപാത്രം എന്താണ് ഈ സൂപ്പർ ഗേൾസ്? ഒരു പട്ടാളക്കാരനാണ്, ചെറിയ ടാക്കുണ്ട്, പപ്പർ എന്നാണ് പേര്. അങ്ങനെ ഒരു ക്യാരക്ടറാണ്. ഈ ഒരു ക്യാരക്ടർ കിട്ടിയപ്പം റിയൽ ലൈഫുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അശ്വതി പറയുന്നത് പട്ടനാണ്. ഇല്ല, അതാ തോന്നിയിരിക്കും, കുഴപ്പമില്ല. ഓക്കെ, കഥാപാത്രം. എന്റെ കഥാപാത്രം നാട്ടും പുറത്തൊരു കുട്ടി, നമ്മുടെ സിറ്റി ലൈഫിൽ വന്ന് അടിച്ചു പൊളിക്കാമെന്നൊരു തീരുമാനത്തിലൊക്കെ ഭയങ്കര വെകിളി പിടിച്ചിറക്കുന്ന ഒരു കുട്ടി. പക്ഷെ ഞാൻ നേരത്തെ ചെയ്ത ക്യാരക്ടേഴ്സിൽ നിന്ന് വ്യത്യാസം എന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ കഥാപാത്രത്തിൽ ഈ കുട്ടി കുറച്ച് പാവാ. മറ്റേത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് അടിച്ചമർത്തിയ ഒരു കാര്യം പറയുമ്പോൾ ഭയങ്കര സ്റ്റേൺ ആയിട്ട് നിൽക്കുക, അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നു. പക്ഷെ ഇവിടെ കുറച്ചുകൂടി സോഫ്റ്റ് ആയി, അങ്ങനെ ഒരു കഥാപാത്രം. ഈ ഡയറക്ടർ എങ്ങനെയുണ്ട് ഷബീർ?
ഷബീർഖാൻ എനിക്ക് കുറച്ച് വർഷങ്ങളായിട്ട് അറിയാം. സത്യം പറഞ്ഞ ഇപ്പൊ ഷബീർഖ പറഞ്ഞ പോലെ തന്നെ അമ്മാവൻ ഞാൻ വിളിക്കാറ്. അമ്മാവനാണെങ്കിലും ക്ഷമ ചേച്ചി ആണെങ്കിലും ഇക്കാണെങ്കിൽ ഇത് എന്റെ അനിയത്തിയാണ് ഗായത്രി. നമ്മളെല്ലാവരും ആണെങ്കിലും സത്യം പറഞ്ഞ ഒരു കുടുംബം പോലെ തന്നെ ഓരോ വർക്ക് കഴിഞ്ഞ് ഇപ്പൊ ഫ്ലവേഴ്സിലാണെങ്കിലും സൂസു ചെയ്തു, ഞാൻ ഇക്കയുടെ കൂടെയാണ് ചെയ്തത്. രാജ് തൽസറ ചെയ്ത വർക്ക്, പിന്നെ നമ്മൾ ലേഡീസ് റൂം ഇക്കയുടെ തന്നെ, ഇക്കയുടെ കുട്ടിയാണ് സത്യം പറഞ്ഞ ലേഡീസ് റൂം. ഇക്ക അങ്ങനെ എഴുതി ഒരു കുഞ്ഞുവാവെ പോലെ എഴുതി കൊണ്ടുവന്ന ഒരു പ്രോഗ്രാമാണത്. അതിലാണെങ്കിൽ പോലും ഞാനും അമ്മാവനൊക്കെ ഒരേപോലെ ഫാമിലി പോലെയൊക്കെ വന്ന ഒരു പ്രോഗ്രാം ആയിട്ട് നമ്മൾ സത്യം പറഞ്ഞ ഒരു ഫാമിലി ആണത്. ഞാനും കേട്ടത് ഒരു ലൊക്കേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണെന്ന് തോന്നുന്നു, ഒരു കുടുംബം, അതെ, ഒരു വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ. അതെ, സത്യം പറഞ്ഞാൽ ഷബീർക്ക് ഓരോ തവണ സ്ക്രിപ്റ്റ് എഴുതുന്നത് എനിക്ക് മനസ്സിലായിട്ടുള്ള എന്താ അറിയോ, ഈ നമ്മളെ ഉറപ്പൊക്കെ എണീറ്റ് ഇവിടെ വന്ന സ്ക്രിപ്റ്റ് തരാൻ പറയുമ്പോഴും ഒരു സ്ക്രിപ്റ്റ് കഴിഞ്ഞ് ഒരു എപ്പിസോഡ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഷബീർക്ക് അവിടെ നിന്ന് എഴുതുന്നുണ്ടാവും അടുത്തേക്ക്. അത്രയും എന്താ സ്പോട്ടിനൊക്കെ നമുക്ക് സ്ക്രിപ്റ്റ് എഴുതി തരാൻ പറയില്ല. അമ്മ ശ്രദ്ധിച്ചിട്ടില്ലേ, നമുക്ക് അങ്ങനെ എഴുതി തരാം. ഇത്രയൊക്കെ പറഞ്ഞാൽ ഗൂഗിൾ പേ പൈസ കിട്ടണം. ഇനി ക്ഷമ, ജീവിതത്തിൽ ക്ഷമയുള്ളവളാണോ? പിന്നെ എന്താണ് അമ്മ പറയാറ്? ഇതിലെ കഥാപാത്രം ഞാൻ ഇതുവരെ ചെയ്യാത്ത, ലൈക്ക് ഞാൻ കുറച്ച് സീരീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതില് വ്യത്യസ്തമായിട്ട് കള്ളിയാണ്, അല്ലേക്കാ പറയട്ടെ, കള്ളിയാണ്, മോഷ്ടാവാണ് ബേസിക്കലി. മോഷ്ടിച്ചിട്ടുണ്ടോ ഈ ലൈഫിൽ എന്തെങ്കിലും? പഠിക്കുന്ന കാലഘട്ടത്തിൽ പെൻസിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇല്ല ഇല്ല ആളുകളുടെ മനസ്സ് മോഷ്ടിച്ചിട്ടുണ്ട്. മോഷ്ടിച്ചിട്ടുണ്ട് ആക്ച്വലി അത് പറയാൻ പോയായിരുന്നു. പ്രേക്ഷകരുടെ ഇച്ചി എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടർ ചെയ്ത് ഭയങ്കര അഭിപ്രായമായിരുന്നു. ഇക്കയുടെ തന്നെ ക്യാരക്ടറായിരുന്നു ഇച്ചി. നിങ്ങളെ ഈ ഒരു ക്യാരക്ടറിനെ തെരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? ക്യാരക്ടറിനെ എന്നെ കണ്ടിട്ട് എന്ത് റോള് തരാൻ തോന്നുന്നു? അജിന്റെ ജീവിതത്തിൽ അജിന് ഇപ്പൊ സിറ്റ്കോമിനെ സംബന്ധിച്ച് നമ്മൾ ലൈവ് ഓഡിയോ അല്ലേ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഈസി ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ക്യാരക്ടർ ആയിരിക്കും. എന്ന് വെച്ചാൽ സിംഗ് വോയിസിൽ എന്റെ മുഖം കണ്ടിട്ട് അജിന് ഹൈപ്പറാണ്, കുറച്ച് ലൗഡാണ്. അപ്പൊ അജിനെ ഒരിക്കലും ബാബു നമ്പൂതിരി ടൈപ്പ് റോളിൽ നമുക്ക് കാസ്റ്റ് ചെയ്യാനേ പറ്റില്ല. ബാബു ആന്റണി റോളിൽ ചെയ്യാൻ പറ്റും. അല്ല, ലൗഡാണ്, ആക്റ്റീവ് ആണ്. അജിനെ എപ്പോഴും കാണുമ്പോൾ ആള് ആക്റ്റീവ് ആണ്. നമ്മൾ തളർന്നിരുന്നാലും അജിന്റെ കഴിച്ചോ എന്ന് ചോദിച്ചാൽ നമ്മള് കഴിച്ചു അങ്ങനെ. എന്തോ ഈ മിണ്ടാതിരിക്കുന്നേ? എന്തോ ഇതിലെ ക്യാരക്ടർ? എന്റെ ക്യാരക്ടർ കുട്ടിമാമന്റെ ചേച്ചിയുടെ മോളായിട്ട്. കുട്ടിമാമൻ ഞെട്ടിമാമയാണോ? അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഫസ്റ്റ് ആണോ അഭിനയം അതോ അല്ല ഇതിനു മുമ്പേ ചെയ്തിട്ടുണ്ട്? ഇപ്പൊ ഒരു പാട്ട് റിലീസ് ആയിട്ടുണ്ട്. എന്നാ സാധനമാ പടച്ചു വെച്ചേക്കുന്നേ? ആരൊക്കെയാ പാടിയേക്കുന്നേ? ഓ, എനിക്കറിയത്തില്ല. ഒളിച്ചു കിടന്ന ഒരു സിംഗറിനെ നമ്മൾ പുറത്തു കൊണ്ടുവന്നു. ഈ പാട്ടിലൂടെ പിന്നണി ഗാനരംഗത്തേക്ക് വന്നിരിക്കുകയാണ് അശ്വതി. ആ പാട്ട് റിലീസ് ചെയ്തതിനു ശേഷം ഒരു കമന്റ് വന്നു, കമന്റ് വായിക്കാവേ. പിന്നെ ഇതില് രണ്ടുപേര് വന്നിട്ടില്ല നമ്മുടെ ഇതില്. അവരെ പറ്റി അജിനൊന്ന് എടുത്ത് പറയണം. ഒന്ന് അമൃത നായർ, പിന്നെ ഏഞ്ചൽ. അവരാണ് സൂപ്പർ ഗേൾസ്. അവരും കൂടെ ഒന്നിച്ചാൽ ഇത് ഫുൾ ടീമായിട്ട് മാറും. അവര് ഷൂട്ടിലായിപ്പോ. നമുക്ക് ആ കമന്റ് ഒന്ന് വായിക്കാം. നമ്മുടെ സോങ് ഇന്നലെ റിലീസായി. അപ്പൊ ആ കമന്റിൽ വന്നത്, ഞാൻ വിചാരിച്ചത് ഈ പാട്ട് പാടിയത് റിമി ടോമിയാന്നാണ്. അത്ര സുന്ദരമായ വോയിസ്, നിങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുന്നു നമ്മുടെ സ്വന്തം അശ്വതി. അത് എഴുതിയ ആളിന് വളരെ നന്ദിയുണ്ട്. കാരണം എന്റെ ഒരു ഫസ്റ്റ് ടൈം പാടാന്നൊക്കെ പറയില്ലേ, അതേപോലെയൊക്കെ തന്നു. ഞാൻ പാടി തലേ ദിവസം കണ്ടല്ലേ ലിറിക്സ് അയച്ചു കൊടുത്തത്. ഞാൻ ഡമ്മി പാടി അയച്ചു കൊടുത്തു. ഞാൻ ഇവിടുന്ന് ട്രാവൽ ചെയ്യുന്ന ടൈമിൽ എനിക്കൊന്ന് മൂളി തന്നു, സംഭവം ഇങ്ങനെയാണ് വരാന്ന് പറഞ്ഞിട്ട്. ഞാൻ അവിടെ ചെന്നു പാടിക്കോന്ന് പറഞ്ഞു. പക്ഷെ ആ ധൈര്യം തരലാണ് കേട്ടോ അതിന്റെ ഏറ്റവും വലിയ സക്സസ്. ഞാൻ ഈ ഒരു ഫൈനൽ ഈ റിസൾട്ടിലേക്ക് വരാൻ കാരണം ഇക്ക തന്നാലും ധൈര്യം എന്നെ കൊണ്ട് പറ്റും. അതേപോലെ അമ്മ എപ്പോഴും പറയും എന്നെ കൊണ്ട് പറ്റും. പിന്നെ എന്നെ പാട്ടില് ഏറ്റവും കൂടുതൽ നീ നന്നായി പാടുന്നുണ്ട് എന്നിട്ട് ഓരോ റീൽസ് ഒക്കെ എടുക്കുന്ന ചേച്ചി. ശരിക്കും പാട്ടിന് അവസരം തന്നത് ഈ ഒരു സീരീസിലാണോ? അല്ല, മുന്നേ ഒരെണ്ണം പാടിയിട്ടുണ്ട്. പക്ഷെ അത് എന്തോ കാരണങ്ങളാൽ റിലീസ് ചെയ്തു. അല്ല, അത് നമ്മുടെ ഇപ്പൊ ലേഡീസ് റൂം ഷൂട്ടിംഗ് ടൈമില് അവിടെ നമ്മള് വെറുതെ അതുവഴിയൊക്കെ പാടി നടക്കുമായിരുന്നു അച്ചു. അപ്പൊ പാടി നടക്കുമ്പോ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ ഒരു സീൻ എഴുതിയപ്പോ അതിന്റെ അകത്ത്
പാടുന്നതായിട്ട് കൊടുത്തു ഒരു സീക്വൻസ്. അപ്പോൾ ഒരു ഹിന്ദി പാട്ട് നന്നായിട്ട് പാടി. അപ്പൊ എനിക്ക് മനസ്സിലായി ആളിൽ ഒരു പാട്ടുകാരി ഉണ്ടെന്ന്. അങ്ങനെ ആ ധൈര്യമായിട്ട് അങ്ങ് കൊടുത്തു. എന്റെ ബുദ്ധി വിജയിച്ചു. ഇനി എന്നും പാടി നടക്കും ഇതുവഴി. അതെ. ഞാൻ പുറത്തേക്ക് പാടാറ്. പാടും. ഇനി അടുത്തൊരു കമന്റ് വായിക്കാം കേട്ടോ. ദൈവമേ പ്രാർത്ഥിക്കട്ടെ. ഡാൻസുകളിൽ ഞെട്ടിച്ച ഡാൻസർ. കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചത് മൈക്കിൾ ജാക്സൺ ആണെന്നാണ്. പക്ഷെ ഞങ്ങളെ ഞെട്ടിച്ച് കളഞ്ഞു നമ്മുടെ എല്ലാവരും സ്വന്തം ഇക്ക ഷബീർ. ഡാൻസ് പഠിച്ചിട്ടുണ്ടോ ഇക്ക? ഞാന് ഡാൻസ് ആയിരുന്നു തുടക്കം സ്റ്റേജില്. ഡാൻസിലാണ് തുടങ്ങിയത്. ഓക്കെ, ആ കഥ എന്തുവാ പറയുന്നു? ഞാൻ പറഞ്ഞില്ലേ കഥ പറയുന്നെങ്കിൽ കുറെ. ഞാൻ സ്റ്റേജ് പെർഫോമർ ആയിട്ടായി കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പൊ 26 വർഷമായി. ഫസ്റ്റ് ഡാൻസ് ആണ്. ഞാനും ബ്രദറും. ചേട്ടൻ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. ചേട്ടൻ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡാൻസിലോട്ട് വരുന്നത്. പിന്നെ ചേട്ടൻ തന്നെ എന്നെ പഠിപ്പിച്ചു. പിന്നെ ഞാനും ചേട്ടനും കൂടെ ഷോസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ കൊറിയോഗ്രാഫി ചെയ്ത് കൈരളി ചാനലിന് വേണ്ടിയിട്ട് 2008 പരിപാടി. അന്ന് ഞാൻ പക്ക ഡാൻസറാണ്. അന്ന് പഠിച്ച ഡാൻസ് ഇന്ന് ഗുണം ചെയ്തു. അല്ല, അന്ന് പിന്നെ ഒരു കാലിന് ഒരു ചെറിയ വിഷയം വന്നപ്പോ സ്റ്റോപ്പ് ചെയ്തത്. പക്ഷെ അതൊന്നും ഇവിടെ ഒരു ഫീലും ചെയ്തില്ല. ഒരേ പൊളി അല്ലേ? അതിനൊരു കൈ. താങ്ക് യു. ആ സോങ്ങിന്റെ കംപ്ലീറ്റ് വിഷ്വൽസ് അവിടെ വെച്ച് തന്നെ കൊറിയോഗ്രാഫി ചെയ്ത് ഞങ്ങളൊക്കെ പഠിപ്പിച്ചാൽ നിൽക്കാൻ. അവിടെ വെച്ച് അടുത്ത കമന്റ് വായിക്കാം. മൊട്ടക്കുട്ടനായി വന്നു. ഇത്രയും സുന്ദരനായി ഞങ്ങളെല്ലാം ഞെട്ടിക്കുകയും ചിരിപ്പിക്കുകയും ആ ഒരു കവള് കണ്ടാൽ ഒരു ഉമ്മ കൊടുക്കാൻ തോന്നും. ഞങ്ങളുടെ എല്ലാവരെയും ബിനോദ് ചേട്ടൻ. ആ കമന്റ് പ്രത്യേകം എഴുതിയ ആൾക്കല്ലേ? ബിനോദ് ചേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ഡാൻസ് ഒക്കെ? ഡാൻസ് എനിക്കറിയില്ല. ഒന്ന് രണ്ട് ഇങ്ങനെ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അതുപോലെ കാണിച്ചിട്ടുള്ളൂ. ആ കമന്റ് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഒരു ക്യൂട്ട്നെസ് ഉണ്ട് കണ്ടാൽ. ശരിക്കും ബിനോദ് ചേട്ടൻ കണ്ട ഒരു ഉമ്മ തരാൻ തോന്നുന്നു. പുള്ളി എവിടെ പോയാലും കുട്ടികളാണ് ഏറ്റവും കൂടുതൽ അടുത്ത് ഓടി വരുന്നത്, പരിചയപ്പെടാനും സംസാരിക്കാനും. അല്ല, കൊച്ചുകുട്ടികളെ. കാരണം ഈ ഉപ്പുമുളകിലൊക്കെ പോയിട്ട് ചിറ്റപ്പൻ എന്ന് പറഞ്ഞിട്ട് ഓടി, അവരുടെ ചിറ്റപ്പൻ എന്നുള്ള രീതിയിലൊക്കെ ഓടി വരാറുണ്ട്. ഈ ബിനോദ് ചേട്ടനെ അടുത്തറിയുന്നവരെല്ലാരും വിളിക്കുന്ന മാമൻ അല്ലേ? അമ്മാവൻ. അങ്ങനെ വിളിക്കുന്നേ. അല്ലാതെ ലേഡീസ് റൂമിന്റെ ക്യാരക്ടർ ഞാൻ അമ്മാവനായിട്ടാണ്. അത് ഭയങ്കര ആൾക്കാരുടെ ഹൃദയത്തിൽ പതിച്ചു. അതുപോലെ തന്നെയാണ് അതിൽ ഉപ്പുമുളകിൽ ചിറ്റപ്പച്ച. ഇന്നലെ തന്നെ ഞങ്ങൾ അവിടെ ഇരുന്നപ്പോ ഒരു കുടുംബം ഇങ്ങനെ വന്നിട്ട് അവർ വന്നിട്ട് എന്നെ കൊച്ചിനെ കാണണമെന്ന് പറഞ്ഞു. എന്നെ കാണാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് വണ്ടിയിൽ പോയപ്പോൾ കണ്ടെന്ന്. എന്നിട്ട് ഒരു ചിറ്റപ്പൻ എന്ന് കിടന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഏത് ചിറ്റപ്പൻ എന്ന് പറഞ്ഞു ഉപ്പുമുളകിൽ അഭിനയിക്കുന്നത്. പിന്നെ തിരിച്ച് വണ്ടി വന്ന് ഇവിടെ നിന്ന് കണ്ടിട്ടാ പോയായിരുന്നു. ഈ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ആൾക്കാർ തിരിച്ചറിഞ്ഞ് വന്ന് ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ അത് സക്സസ് ആണ്. അത് എനിക്കൊരു ഇൻസിഡന്റ് ഉണ്ടായി. ഇപ്പം ഈ അടുത്ത് കിടക്കുന്നതിന്റെ മണം നമ്മൾ അറിയില്ലെന്ന് പറയില്ല. അതുപോലെ ഞാനൊരു ഫാമിലി ഫംഗ്ഷൻ ഒരു സ്ഥലത്ത് പോയി. അപ്പോൾ നല്ല ക്രൗഡ് ആ വീട്. അപ്പൊ അവിടെയുള്ള കുറെ കുട്ടികൾ വന്നിട്ട് ബിനോദ് ചേട്ടന്റെ കാര്യങ്ങളൊക്കെ എൻ്റെ ചോദിച്ചു. ലേഡീസ് റൂം കാണുന്നവരാ. അപ്പൊ അവിടെ എല്ലാവരും ബിനോദ് ചേട്ടന്റെ ഫാൻസ്. അപ്പൊ എൻ്റെ പറഞ്ഞു ഒന്ന് വീഡിയോ കോൾ വിളിച്ചു തരുമെന്ന്. അപ്പൊ ഞാൻ ഈ മനുഷ്യൻ ഇത്രയും അങ്ങനെ ഞാൻ അവിടെ ഒന്ന് വീഡിയോ കോൾ വിളിക്കാൻ നേരത്ത് പിള്ളേർ കിടന്ന് തൂന്ന് കണക്ട് ആവുമല്ലോ കോള്. ആ സമയത്ത് അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു അവർക്കൊരു വെപ്രാളം. എന്നിട്ട് ഞാൻ കാണിച്ചു കൊടുത്തപ്പം കണ്ടപ്പോ എല്ലാവരും ഉള്ളത് തന്നെ വിളിച്ചു കണ്ടു എന്നൊക്കെ പറഞ്ഞു. ഞാൻ അപ്പൊ ചോദിക്കും ഇത്രയും ഫാൻസ് ആണോ നിങ്ങൾ? എനിക്കൊരു വില ഫീൽ ചെയ്തില്ല. കാരണം നമ്മൾ ഇത്രയും സൗഹൃദം ഉള്ളത് കൊണ്ടേ എനിക്കൊരു വില ഫീൽ ചെയ്തില്ല. പക്ഷെ പുറത്ത് ഭയങ്കര ഫാൻസ് പിള്ളേരൊക്കെ. ബിനോദ് ചേട്ടന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഈ നിഷ്കളങ്കത കേട്ടോ. അതാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇനി അടുത്ത കമന്റിലോട്ട് പോവാം. എല്ലാവരും ഡാൻസ് കളിക്കുന്നു, പെർഫോം ചെയ്യുന്നു. 2 ക്യാരക്ടർ ഇത്ര അടിപൊളിയായിട്ട് പ്രകടനം ചെയ്ത ക്ഷമയ്ക്ക് ഇരിക്കട്ടെ ഒരു ചക്കര ഉമ്മ. അല്ലേ? 2 ക്യാരക്ടർ അടിപൊളിയായിട്ട് പ്ലേസ് ചെയ്തു. ഡയറക്ടറിന് എന്ത് ഫീൽ ചെയ്തു? അല്ല, ഞാനാ പ്ലേസ് ചെയ്തത്. ക്ഷമയ്ക്ക് അതില് എനിക്ക് തോന്നിയത് ക്ഷമയുടെ ഒരു മേക്കപ്പ് സെൻസ് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. ക്ഷമയ്ക്ക് ഒരു സാരി ഉടുത്തിട്ട് ആ രീതിയിൽ വന്നു കഴിഞ്ഞാൽ വേറൊരാളായിട്ട് ഫീൽ ചെയ്യും. പിന്നെ വെസ്റ്റേൺ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഫീല് അത് രണ്ടും മാച്ച് ചെയ്യും. അങ്ങനെ അത് കറക്റ്റ് ധൈര്യത്തിൽ അവിടെ തന്നെ കൊടുത്തു. പക്ഷെ ആ ധൈര്യം വെറുതെ ആയില്ല അല്ലേ? ഇത് ഞാൻ ഇപ്പോഴാ കേൾക്കുന്നത്. അല്ല, അത് അതിൽ സാരി ഉടുത്ത് പൊട്ട് വെച്ച് വന്നപ്പോ വേറൊരു സ്റ്റേറ്റിലുള്ള വേറൊരു ടൈപ്പ് ആളായിട്ട് ഫീൽ ചെയ്തു.
വെസ്റ്റേൺ ആയിട്ട് വന്നപ്പോ ആ രീതി രണ്ടും സിങ്ക് ആണ് അവിടെ. ഇക്കപ്പൊ അത്രയും നന്നായിട്ട് നമ്മളെ നോക്കുന്നുണ്ടല്ലോ. ഇപ്പൊ എനിക്ക് ഇക്കനെ പറ്റി പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇക്കയുടെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മള് ഷൂട്ട് ചെയ്യണ സമയത്തുണ്ടല്ലോ നമ്മൾ എന്താ ചെയ്യണ്ടേന്നുള്ളത് ഇക്ക കറക്റ്റ് കാണിച്ചു തരും കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്താൽ മതി, അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് പുള്ളി വന്നിങ്ങനെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ചെയ്ത് ഞാൻ ഇങ്ങനെ നോക്കി കംപ്ലീറ്റ് അത് കറക്റ്റ് ആയിട്ട് അഭിനയിച്ച് കാണിച്ചു തരും. ഇക്കയാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, കാണുമ്പോ ആളുകൾ പറയും പറഞ്ഞു പറയുമ്പോൾ അത് പറയുമ്പോൾ വലിയൊരു കാര്യമാണ്. ഇത് 100 രൂപ മേടിച്ചത്, ഇവിടുന്ന് 1000. ഈ സംഭവമൊക്കെ അവിടെ ഇവിടെ ഉള്ളതാണെങ്കിലേ കാണുന്ന ഓഡിയൻസ് എന്തോടെ എല്ലാവരും ഇക്കയുടെ പ്രോഗ്രാംസ് എല്ലാവരും ഇതേപോലെ കമന്റ്സ് വഴിയാണെങ്കിലും എല്ലാം പറയാറുണ്ട്. പക്ഷെ ഇക്ക എന്ന വ്യക്തി ഇതുവരെയും ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിട്ടില്ല. പലപ്പോഴും പല ആൾക്കാരും വന്നിട്ടുണ്ട്, ലൈക് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ക്യാമറയുടെ ബിഹൈൻഡിൽ നിൽക്കുന്ന കുറെ പേരൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഞാൻ ചിന്തിക്കും ഇക്ക എന്താ വരാത്ത, ഇക്കനെ ആരും എന്താ കൊണ്ടുവരാത്തെന്നൊക്കെ. പിന്നെ മനസ്സിലായത് ഇക്കയുടെ മടിയാണെന്നാണ്. പക്ഷെ ഇന്ന് അത് നമുക്ക് ഇതില് ഈ മടി നമ്മൾ മാറ്റും. അല്ല നമ്മുടെ ഈ ഇതില് ഒരുപാട് പേർക്ക് നന്ദി പറയാനുണ്ട്, ഈ സോങ് ഇത്രയും നന്നായിട്ട് വന്നതില്. എനിക്ക് ആദ്യം തന്നെ ഇതിൽ നന്ദി പറയാനുള്ളത് നമ്മുടെ സജിചേട്ടനോടാണ്, ഇതിന്റെ പ്രൊഡ്യൂസർ. മിലിയനത്തിന് ഒരേ ഒരു തലവൻ അല്ലേ? അതെ, അദ്ദേഹം ഒരു ഡയറക്ടർ ആയതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു. ഞാൻ ഈ പ്രോജക്റ്റിൻ്റെ ഒരു ഐഡിയ പറഞ്ഞപ്പോഴേ പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടു, അത് മനസ്സിലായി. അപ്പോൾ നല്ലൊരു സപ്പോർട്ടോട് കൂടി തന്നെ നമുക്ക് ആ സോങ് ചെയ്യാനും അല്ലാതെ എപ്പിസോഡ്സ് ചെയ്യാനും എല്ലാം നല്ലൊരു പിന്തുണയും, നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം പുള്ളി അത് അക്സെപ്റ്റ് ചെയ്ത് അത് ചെയ്തു തരുന്നുണ്ട്. അത് തന്നെയാണ് വലിയൊരു ഭാഗ്യം എന്ന് പറയാം എനിക്ക്. അതുപോലെ തന്നെ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരാൾ ശിവചേട്ടനാണ്, നമ്മുടെ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനർ. ശിവചേട്ടൻ ഏതൊരു ടെൻഷനുള്ള കാര്യവും വളരെ ലളിതമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. വലിയൊരു മനുഷ്യനാണെങ്കിലും വളരെ വലിയ മനുഷ്യനാണെങ്കിലും കുഞ്ഞു മനസ്സാണ്. അത് ഹാൻഡിൽ ചെയ്ത് പോകുന്ന ചേട്ടൻ്റെ ഒരു കഴിവ് ഭയങ്കര. നമ്മളിപ്പം എത്ര വലിയ ടാസ്ക്കുള്ള കാര്യം, ചേട്ടാ ഈ വീട് നമുക്ക് പറ്റില്ല, വേറൊരു വീട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ കിട്ടിയാലേ പറ്റുമെന്ന് ശരിയാക്കാം എന്ന് പറഞ്ഞിട്ട് ആ വലിയ ടാസ്കിനെ പുള്ളി സിമ്പിളായിട്ടാണ്, നമുക്ക് അപ്പോഴേ ഒരു കോൺഫിഡൻസ് വരും, ഒപ്പിക്കും, പുള്ളി അത് ഒപ്പിച്ച് തരും. അതേപോലെ തന്നെ ഇപ്പോൾ 12 മണിക്ക് രാത്രി 12 മണിക്ക് ഒരു ടൈമിൽ ഒരു വീട് സെറ്റായില്ല നമുക്ക്. അപ്പോൾ രാത്രി 11:30-12 മണിയായി. അപ്പോൾ ശിവചേട്ടൻ പറഞ്ഞ് രാവിലെ വീട് സെറ്റായിരിക്കും, ഒന്നും അറിയണ്ട, വീട് സെറ്റാ. രാവിലെ 6:15 ആയപ്പോഴത്തേക്ക് എന്തേ പറഞ്ഞ് ആ വീട് സെറ്റാണ്. മില്ലേനിയത്തിന്റെ പ്രവീണേട്ടൻ ക്യാമറ, പുള്ളിയുടെ അത് എടുത്തു പറഞ്ഞേ പറ്റുള്ളൂ. പുള്ളിയുടെ കാര്യം, പുള്ളി ഒരുപാട് സെൻസുള്ള ആളാണെന്ന് എനിക്ക് മനസ്സിലായത്. പുള്ളി ഒരുപാട് സജഷൻസ്, അങ്ങനെ നമുക്ക് ആ ആംഗിളിൽ ഷൂട്ട് ചെയ്യാം, ഈ ആംഗിളിൽ ഷൂട്ട് ചെയ്യാം, അത് പുള്ളിയുടെ നിന്ന് ഒരുപാട് സജഷൻ വന്നായിരുന്നു. അത് നല്ല ബെസ്റ്റ് സജഷനാണ് പുള്ളി തരുന്നത്. നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഇങ്ങനെ ഡൗട്ട് അടിച്ചിരിക്കുന്നെങ്കിൽ പുള്ളി ഒരു സജഷൻ തരുമ്പോൾ അത് നമുക്ക് ക്ലിയർ ആവും, അത് ചെയ്യാൻ പറ്റും. പുള്ളി അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ റോയി ആൽബർട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റോയി ഉണ്ടായിരുന്നു ക്യാമറയ്ക്ക്. പിന്നെ നമ്മുടെ മനു ഒരു രക്ഷയില്ല. മനു നമ്മുടെ ഷെഡ്യൂളിൽ ഇല്ലെങ്കിൽ നമുക്ക് ഇത്രയും ഭംഗിയായിട്ട് ഇപ്പൊ വിഷ്വൽസ് ഒക്കെ ആളുകൾ കാണും ഇതിന്റെ എപ്പിസോഡിൽ. പല സീൻസും മനുവിന്റെ ഒരു ലൈറ്റപ്പ് എന്ന് വെച്ചാൽ അത് വേറെ ലെവലാണ്. പരിമിതി മനു മാത്രമല്ല, ഗിരീഷ് ഉണ്ട്, ഗോകുലുണ്ട്, നല്ല കിടിലൻ ടീമുണ്ട്. പിന്നെ എല്ലാവരും നല്ല. ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നവര് അമൃത, അശ്വതി, ക്ഷമ, വിനോചേട്ടൻ, ഇവരൊക്കെയാണ് ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നത്. ആൾക്കാർ തിരിച്ചറിയുന്നത് ഇവരെയാണ്. ഇപ്പം അശ്വതി തന്നെ പറയുകയുണ്ടായി, ഞങ്ങളുടെ വിജയം ഞങ്ങളുടെ ടീമാണ്. ശരിക്കും അവരെ ഞാൻ പല ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടെങ്കിലും പലരും ഈ ക്യാമറയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചതിനെ പറ്റി പറയുന്നു. പക്ഷെ ആ പറഞ്ഞതിന് നിങ്ങൾക്ക് വലിയൊരു കൈയ്യടി. എനിക്കൊരു ഇൻസിഡന്റ് മനസ്സിലായെന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ആർട്ടിസ്റ്റ് ആണ്, നമുക്കൊരു ടേക്ക് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇന്റർവെൽ ആയി കഴിഞ്ഞാൽ പോയി ഫുഡ് കഴിക്കാം. ഞങ്ങൾ നോക്കുമ്പോൾ ഈ ചേട്ടന്മാരവിടെ ക്യാമറ ചെയ്യുന്ന ചേട്ടന്മാരാണെങ്കിലും ആർട്ടിലെ ചേട്ടന്മാർ എല്ലാം നമ്മുടെ ക്രൂ എന്ന് തന്നെ പറയാം. നമ്മുടെ ഈ ക്രൂ അപ്പോഴും വെയിറ്റ് ചെയ്ത് നിൽക്കുക, ശരി നമുക്ക് ഇതും കൂടി കഴിഞ്ഞ് ഇതൊക്കെ ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് എന്ന് വെച്ചാൽ ഒരാൾ കഴിഞ്ഞ് ഒരാളായിട്ട് പോയി കഴിക്കുന്നില്ല. ഇവർ മീൻസ് ഒരു ഗ്രൂപ്പായിട്ട് ശരി എല്ലാവരെയും കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് പോയി കഴിക്കാനാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച്, അതേപോലെ ഒരു ടീം വർക്കാണ്. സത്യമാണ്, എനിക്കത് വേറെ ഒരു സെറ്റിലും ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, ഇത്രയ്ക്കും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ വന്നിട്ട് ഞങ്ങൾ തന്നെ നമ്മളൊക്കെ ഫാമിലി എങ്ങനെ ഒരു കുടുംബത്തിൽ എങ്ങനെ നിൽക്കും അതുപോലെ നമ്മളെ കംഫർട്ട് ആക്കും. ഇപ്പൊ നമ്മൾ ചോദിച്ചാലും വ്യക്തമായിട്ട് ഇപ്പൊ ഇത് ആർട്ട് ചെയ്യുന്ന നമ്മളെ സുബാഹു ടീം അവരൊക്കെ ആണെങ്കിലും ചെന്ന് എത്ര ടൈം ആകും നമുക്ക്, ഒരു 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ആ 10 മിനിറ്റിൽ അവർ അവിടെ അത് ഫിക്സ് ചെയ്ത് തരും.
മനു ആണെങ്കിൽ എത്ര ടൈം എടുക്കും? ഒരു 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ആ 15 മിനിറ്റിൽ നമുക്ക് ഒരു പ്ലാൻ ഉണ്ട്, ഈ സീൻ ഇത്ര ടൈം കൊണ്ട് ചെയ്ത് തീർക്കാം. അവർ കട്ടയ്ക്ക് ആ പറഞ്ഞ വാക്ക് അവർ പാലിക്കും. അതൊരു ക്വാളിറ്റി തന്നെയാണ് അത്. ഞങ്ങളുടെ വർക്കാന്നുള്ള ഒരു സംഭവം ഉള്ളിൽ കിടക്കില്ലേ, അത് ഓരോരുത്തരുടെ ഉള്ളിലുണ്ട്. എല്ലാവരും എൻജോയ് ചെയ്ത് ചെയ്യണ പോലെ. പക്ഷെ ആരും ഇങ്ങനെ ഒരു ദുർമുഖം അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഫീൽ ചെയ്യില്ല. എല്ലാവരും സ്മൈലിംഗ് ഫേസ് ആണ്. ഇഷ്ടപ്പെട്ടത് അത് ആ കാരണങ്ങളും ഉണ്ടാ. പിന്നെ ഇതിന്റെ സോങ് പ്രോഗ്രാമിംഗ് ചെയ്തത് മിഥുൻ മുരളി എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്തുള്ള എൻ്റെ സുഹൃത്താണ്. പിന്നെ ഇത് കളർ ചെയ്തത് വിനു രാമകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട്, ആ പുള്ളി കൊല്ലംകാരനാണ്. അത് മില്ലേനിയുമായിട്ട് ബന്ധമുള്ള ആള് തന്നെയാണ്. അപ്പൊ അങ്ങനെ കുറെ ആളുകളെ ഇതിലൂടെ പരിചയപ്പെടാനും പറ്റി, കുറെ പുതിയ ആളുകളെയൊക്കെ പരിചയപ്പെടാൻ പറ്റി. ഒരു ടീം വർക്ക് ഉണ്ടെങ്കിൽ വലിയൊരു വിജയം കാണാം അല്ലേ? ഉണ്ട്. ടീം വർക്ക് നമ്മള് പലരും പുറത്തു പറയില്ല, ടീം വർക്ക് ആണ് ഒരു ഇതിന്റെ സക്സസ് എന്ന് പറയുന്നത്. അല്ലാതെ ഇത്രയും പാട്ടിനെ പറ്റി പറഞ്ഞു, ഇനി ആ പാട്ടൊന്ന് കേട്ടാലോ? തുടങ്ങി. 1 2 3 സ്റ്റാർട്ട്. ഒഴുകി ഒഴുകി പോകണ കാലം, ഒഴുക്കിനെതിരെ നീന്തണ കാലം, കാലക്കേടിന് കാലും ഉടന്തി ഉടന്ത് കാലിലെ ഇഴയണ കാലം. ഒഴുകി ഒഴുകി പോകണ കാലം, ഒഴുക്കിനെതിരെ നീന്തണ കാലം, കാലക്കേടിന് കാലും ഉടന്തി ഉടന്ത് കാലിലെ ഇഴയണ കാലം. കച്ചേരി കാണണം, നേടണം ലക്ഷ്യം കാണണം, ആ ലക്ഷ്യത്തിലെത്തി പിടിക്കണം. പോകണം ദൂരം താണ്ടണം, കുറി വെച്ചൊരു കച്ചേരി കാണണം, നേടണം ലക്ഷ്യം കാണണം, ആ ലക്ഷ്യത്തിലെത്തി പിടിക്കണം.